ഈ വണ്ടിയിലാണ് ഈ വണ്ടി കെട്ടിപിടിക്കാൻ പോകുന്നത്. ഇത് ഡ്രൈവറാണ്. ഇവന് ആകപ്പാട് സൈക്കിൾ ഓടിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവന് പേടിച്ചുകൂടി ഇരിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ പിടിക്കാൻ പോയ വള്ളി ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ 4 ടയറും കാറ്റൊന്നുമില്ല കിടക്കുകയാണ്. ഇത് മൊത്തം കാറ്റൊക്കെ അടിച്ച് ഫില്ല് ചെയ്തുകൊണ്ടാണ് ഇവിടെ നടന്നു പോകാൻ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ റിക്കവറി വണ്ടി വിളിച്ചപ്പോഴത്തേന് നമ്മൾ ടയറൊക്കെ പഞ്ചറൊക്കെ ഒട്ടിച്ച് കാറ്റൊക്കെ അടിച്ച് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ റിക്കവറി വണ്ടിക്ക് ഒന്ന് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവർ പറഞ്ഞ റേറ്റ് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ ഇതിനെ കൊണ്ടുപോകാനുള്ള സംവിധാനം നോക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ അതിജീവിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളവരാരൊക്കെ നോക്കാം. നമ്മളെ കൂടെ ലാലനുണ്ട്, മിസ്റ്റർ ക്യൂട്ടുണ്ട്, ഉണ്ണിക്കുട്ടൻ, പിന്നെ നമ്മളെ സുമേഷ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങളായിട്ട് ഇതിൽ നിന്ന് ഈ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വയറിങ്ങനെ പോയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ, ഇതാണല്ലോ. അപ്പം ഇതിൽ എയർ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു സംവിധാനമാണിത്. എന്താണ്, ചെറിയൊരു മോട്ടർ, ഹാൻഡ് മെയ്ഡാണ്. ചെറിയൊരു മോട്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ എയറിന് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുള്ള സംഭവമാണ്. അപ്പം ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. ആണ് ഇതിൻ്റെ വയറിങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് മറ്റേ വണ്ടിയുടെ ടയറിലേക്ക് നമ്മൾ എയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചെറിയൊരു മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ സൈഡ് 2 ടയറിൽ ഞങ്ങൾ എയർ ആദ്യമേ അടിച്ചിട്ടുണ്ട്. അപ്പുറ സൈഡ് 2 ടയറുകൾ നമുക്ക് എയർ അടിച്ച് നിവർത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റെഡി, കണക്ഷൻ കൊടുക്കാം. ഇല്ലേ പാത്രമാക്കി ചെറിയ പാത്രം മതി. വെള്ളം പോകുന്ന ഷോട്ട്. ഓക്കെ, ആണോ താഴോട്ട് വെച്ചെടുത്താൽ നീ വീഡിയോ എടുക്കുന്ന എനിക്ക് ഭയങ്കര വിശ്വാസം. നീ പല പറ്റുമോ ഇല്ല ഇതിനകത്തുള്ള സാധനം കംപ്ലീറ്റ് മാറ്റിയോ? അതായത് അവിടെ ഫ്രണ്ട് കിടക്കാൻ മാറ്റിയോ? നമുക്ക് എടുക്കാനുള്ള സംവിധാനമായി നമ്മൾ വണ്ടിയിൽ കയർ കെട്ടി നമ്മുടെ വാഹനത്തിലാണ് കയർ കെട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കെട്ടി വലിക്കാനായിട്ട് പോകണേണ്. അതാ കയറിന് ഇത്ര നീളം വേണോടാ?
കുഴപ്പമില്ലല്ലോ. നമ്മളൊരു വണ്ടി കെട്ടി വലിച്ചോണ്ട് പോവുകയാണ്. വേണ്ട എണ്ണ വേണോ? കുറയ്ക്കണോ? 5 മീറ്റർ കുറച്ച് അതിനെന്താ 5 മീറ്റർ? 5 മീറ്റർ ഇല്ലല്ലോ. ഈ വണ്ടിയിലാണ് ഈ വണ്ടി കെട്ടിപിടിക്കാൻ പോകുന്നത്. ഇത് ഡ്രൈവറാണ്. ഇവന് ആകപ്പാട് സൈക്കിൾ ഓടിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവന് പേടിച്ചുകൂടി ഇരിക്കുക കേട്ടോ.